അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ 40 ഹദീസുകൾ എന്ന ഹദീസ് ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള 9ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. 2ാമത്തെ ഹദീസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹദീസു ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഹദീസാണ് നമ്മുടെ പഠന വിഷയം. അതുകൊണ്ട് തന്നെയാണ് അതിലെ ഓരോ ഭാഗങ്ങളും ഇസ്ലാമിൻ്റെ അടിത്തറയാണ്, അടിസ്ഥാനമാണ്. ആ ബോധ്യമുള്ളത് കൊണ്ടാണ് അതിലെ ഓരോ വിഷയങ്ങളും എടുത്ത് ചെറിയ ചെറിയ ക്ലാസ്സുകളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യൻ്റെ രൂപത്തിൽ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെക്കുറിച്ച് അറിയിച്ചു തരണം, പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ശേഷം അദ്ദേഹം തന്നെ അത് സത്യപ്പെടുത്തുന്നു. പിന്നീട് അദ്ദേഹം ചോദിക്കുന്നു, എന്താണ് ഈമാൻ? ഫ അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാനിനെക്കുറിച്ച് പറഞ്ഞു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാനിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ആ ഈമാൻ കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അള്ളാഹുവിലുള്ള വിശ്വാസം, അവൻ്റെ മലക്കുകളിലുള്ള വിശ്വാസം, വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലുമുള്ള വിശ്വാസം, ഇത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പറയുന്നത് വൽ യൗമിൽ ആഖിർ, 5ാമത്തെ കാര്യം. 5ാമത്തെ വിശ്വാസമായി പറയുന്നത് ഒരു മുസ്ലിമായ മനുഷ്യൻ അയാൾ വിശ്വസിക്കണം. എന്തിൽ? വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലുള്ള വിശ്വാസം, അന്ത്യദിനത്തിലുള്ള വിശ്വാസം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ ഈമാൻ കാര്യങ്ങൾ അംഗീകരിക്കണം. ആ ഈമാൻ കാര്യങ്ങളിൽ 5ാമത്തെ കാര്യം അത് അന്ത്യനാളിലുള്ള വിശ്വാസമാണ്. എന്താണ് അന്ത്യനാളിലുള്ള വിശ്വാസമെന്ന് പറഞ്ഞാൽ? ഒന്ന്, ഇസ്ലാമിൻ്റെ റുക്നുകളിൽ നമ്മൾ പറഞ്ഞു 5ാമത്തെ കാര്യമാണ് യൗമുൽ ആഖിറത്തിലുള്ള വിശ്വാസം. യൗമുൽ ആഖിറ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിനൊരു അവസാനമുണ്ട്. ഈ ലോകം അവസാനിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. വിശുദ്ധ ഖുർആനിലും ഹദീസിലും ആ ദിവസങ്ങളെക്കുറിച്ച് പല രീതിയിൽ, വ്യത്യസ്തമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഖുർആൻ വായിക്കുമ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന പലയിടങ്ങളിലും ആ അള്ളാഹുവിലുള്ള വിശ്വാസത്തോട് ചേർത്തി പരലോക വിശ്വാസം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. വലകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. പുണ്യമെന്ന് പറഞ്ഞാൽ, നന്മ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വിശദീകരിക്കുകയാണ് സൂറത്തുൽ ബഖറയിലെ 177ാമത്തെ ആയത്തിൽ. അതിൽ അല്ലാഹു പറയുന്നത് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയൽ മാത്രമല്ല പുണ്യം, നന്മയത് മാത്രമല്ല, മറിച്ച് അള്ളാഹുവിലുള്ള വിശ്വാസവും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുക എന്നതാകുന്നു പുണ്യമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. വലകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീന വആതൽ മാല അലാ ഹുബ്ബിഹി എന്ന് പറഞ്ഞ് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസത്തിൻ്റെ കൂടെ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അതിൻ്റെ കൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യദിനത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദ കല്ലദീ യുൻഫിഖു മാലഹു റിയാഅൻ നാസ് വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ.
സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാം, സത്യവിശ്വാസികളെ, നിങ്ങൾ കൊടുത്തത് എന്ത് ചെയ്യാൻ പാടില്ല? എടുത്തു പറയാൻ പാടില്ല. ലതുബ്തിലു സ്വദഖാതികും ബിൽ മന്നി വൽ അദാ. കൊടുത്തത് നിങ്ങൾ അത് എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ശല്യമുണ്ടാക്കിക്കൊണ്ട് നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. നിങ്ങൾ കൊടുത്തതിനെ നിങ്ങൾ നശിപ്പിച്ച് കളയാൻ പാടില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ നശിപ്പിക്കരുത്, നാശമാക്കി നിഷ്ഫലമാക്കി കളയരുത് എന്നതിന് ശേഷം അള്ളാഹു പറയാ, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമില്ലാതെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യരുത്? ധനം ചെലവ് ചെയ്യുകയും ചെയ്യരുത്. അഥവാ റിയാ ഇല്ലാതെ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ, അതോടൊപ്പം തന്നെ അന്ത്യനാളിലുള്ള വിശ്വാസത്തിൽ, അങ്ങനെയാണ് നമ്മൾ സ്വതക്ക കൊടുക്കേണ്ടത്, ദാനങ്ങൾ നിർവഹിക്കേണ്ടത്, അല്ലാതെ ആളുകൾ കാണാൻ വേണ്ടിയല്ല. അതേപോലെ തന്നെ കൊടുത്തത് എടുത്തു പറഞ്ഞ് അവരെ പ്രയാസപ്പെടുത്താനും പാടില്ല. ഇവിടെ നമ്മുടെ വിഷയം എന്താ? അള്ളാഹു പറയുന്നത് വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ കൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിലുള്ള വിശ്വാസത്തെ ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്തു യൂസുഫിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹി വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. എന്താ അവിടെ അള്ളാഹു പറയുന്നത്? യൂസുഫ് നബി പറയാണ്, അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരും പരലോകത്തെ നിഷേധിക്കുന്നവരുമായിട്ടുള്ളവരുടെ മാർഗം തീർച്ചയായും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അന്ത്യനാളിലും അള്ളാഹുവിലും വിശ്വസിക്കാത്തവരാ. നോക്കൂ നിങ്ങൾ, ലാ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവിടെയും അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞതാണ് പരലോക വിശ്വാസം, അന്ത്യനാളിലുള്ള വിശ്വാസം. അപ്പം ഞാൻ പറയുന്നത്, ഈ വിശ്വാസം എന്ന് പറയുന്നത്, പരലോക വിശ്വാസം എന്ന് പറയുന്നത് ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ അടിത്തറയാണത്, നമ്മുടെ നിലനിൽപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണത്. കാരണം എന്താ? അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾ അയാൾ പരലോകത്തിൽ വിശ്വസിക്കണം. അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിക്കുന്ന ഒരാൾ അയാൾ പരലോകത്തിൽ വിശ്വസിക്കണം. പരലോകത്തിൽ വിശ്വസിക്കാത്തവർ അവിശ്വാസികളാണ് എന്നാണ് ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. അപ്പം നമ്മൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ, നമ്മൾ ഈ ഹദീത്തൊക്കെ വായിച്ചു പോകുമ്പോൾ, നമ്മൾ ഹദീസ് ജിബ്രീൽ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? ഈ പരലോക വിശ്വാസം നമുക്കില്ലെങ്കിൽ നമ്മളാരാ? അവിശ്വാസികളാണ്, കാഫിറുകളാണ്. അല്ലാഹു പറഞ്ഞു, വമൻ യക്ഫുറു ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിർ ഫഖദ് ളല്ല ളലാലൻ ബഈദ. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസാ 136-ാമത്തെ ആയത്താണ്. അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ ഗ്രന്ഥങ്ങളിലും അവൻ്റെ ദൂതന്മാരിലും അന്ത്യനാളിലും വല്ലവനും അവിശ്വസിക്കുന്ന പക്ഷം തീർച്ചയായും അവൻ ബഹുദൂരം പിഴച്ചുപോയിരിക്കുന്നു, അവൻ പിഴവിലാണ്, അവൻ ലലാലത്തിലാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പരലോക വിശ്വാസമില്ലാത്തവരെ കുറിച്ച് അള്ളാഹു അക്രമികൾ എന്നാണ് പറഞ്ഞത്. അവരാരും ളാലിമുകളാണ്, അക്രമികളാണ്. ഫഅദ്ദന മുഅദ്ദിനുൻ ബൈനഹും അൻ ലഅനതുല്ലാഹി അലൽ ളാലിമീൻ അല്ലദീന യസുദ്ദൂന അൻ സബീലില്ലാഹി വയബ്ഊനഹാ ഇവജൻ വഹും ബിൽആഖിറതി കാഫിറൂൻ. അപ്പോൾ ആ ഒരു വിളംബരക്കാരൻ അവർക്കിടയിൽ വിളിച്ചു പറയും, അള്ളാഹുവിൻ്റെ ശാപം അക്രമികളുടെ മേലാകുന്നു. അള്ളാഹുവിൻ്റെ ശാപം ആരുടെ മേലാണ്? അല്ലഅനതുല്ലാഹി അലൽ ളാലിമീൻ, അക്രമികളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം. ആരാണ് ഈ അക്രമികളായ ആളുകൾ? അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുകയും അത് വക്രമാക്കാൻ ആഗ്രഹിക്കുകയും പരലോകത്തിൽ അവിശ്വസിക്കുകയും ചെയ്യുന്നവരുടെ മേൽ. അവരാരാ? അവരക്രമികളാണ്. പരലോക വിശ്വാസമില്ലാത്ത ആളുകൾ ളാലിമുകളാണ്, അക്രമികളാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായത്തിലെ 44 മുതൽ 45 ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനിയോ, പരലോകത്തിൽ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് മുശ്രിക്കുകളുടെ, ബഹുദൈവ വിശ്വാസികളുടെ വിശേഷണമാണ്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറുഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറയാണ്. സൂറത്തു 41-ാം അധ്യായത്തിൽ അള്ളാഹു അത് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു മുഹമ്മദ് നബിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, വവൈലുൽ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളായ ആളുകൾക്ക് നാശമുണ്ട്. ഈ മുശ്രിക്കുകൾക്ക് നാശമുണ്ട് എന്ന് പറഞ്ഞതിന് കാരണം എന്താ? അല്ലദീന ലാ യുഅ്തൂന സകാത വഹും ബിൽആഖിറതി ഹും കാഫിറൂൻ. ആ നാശം ലഭിക്കുന്ന ബഹുദൈവ വിശ്വാസികളാരാ? അവർ സക്കാത്ത് നൽകാത്തവരും പരലോകത്തിൽ വിശ്വസിക്കാത്തവരുമാണ്. രണ്ട് കാര്യമുണ്ട്. സക്കാത്ത് കൊടുക്കാത്തവരാണ്, നമ്മൾ പേടിക്കണം. നമ്മൾ സക്കാത്ത് കൊടുക്കുന്നവരാണോ എന്ന് എന്ത് ചെയ്യണം? പരിശോധിക്കണം. അവർക്ക് നാശമുണ്ട് എന്നാ സക്കാത്ത് കൊടുക്കാത്തവർക്ക്. സക്കാത്ത് കൊടുക്കാനുള്ള സമ്പത്തുണ്ടായിട്ടും മടി കാണിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ ശാപത്തിന്, കോപത്തിന്, നാശത്തിനൊക്കെ വിധേയരാകുന്ന ആളുകളാണ് എന്ന് പലയിടങ്ങളിൽ പല രൂപത്തിൽ അള്ളാഹു പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. ഇവിടെ പരലോക വിശ്വാസമില്ലാത്ത ആളുകൾ അവർക്കാകുന്നു നാശമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഇനി പ്രിയപ്പെട്ടവരെ, പരലോക വിശ്വാസമുള്ളവർക്ക് മാത്രമേ തൗഹീദ് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ.
അല്ലാത്തവർക്ക് എന്ത് പരലോകം? അല്ലേ? അള്ളാഹുവിലുള്ള വിശ്വാസം ഉള്ള ഒരാൾ, അയാൾക്ക് പരലോക വിശ്വാസം ഉണ്ടാകണം. ആ പരലോക വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രം എന്ത് ചെയ്യാൻ തൗഹീദ് ശരിയാകുള്ളൂ. അള്ളാഹു പറഞ്ഞു, ഇലാഹുക്കും ഇലാഹുൻ വാഹിദ് ഫല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഖുലൂബുഹും മുൻകിറത്തുൻ വഹും മുസ്തക്ബിറൂൻ. നിങ്ങളുടെ ദൈവം ഏകദൈവമത്രേ. അള്ളാഹു ഇലാഹുക്കും ഇലാഹും വാഹിദ്, അവൻ ഏകനാണ്. എന്നാൽ പരലോകത്തിൽ വിശ്വസിക്കാത്തവരാകട്ടെ അവരുടെ ഹൃദയങ്ങൾ നിഷേധ സ്വഭാവമുള്ളവയത്രേ, അവർ അഹങ്കാരികളുമാകുന്നു. അപ്പോൾ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ, അവരുടെ ഹൃദയങ്ങളിൽ എന്താ? നിഷേധ സ്വഭാവമുള്ളതാണ്. അവർ പരലോകത്തിൽ വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അവരുടെ തൗഹീദ് എന്ത് ചെയ്യില്ല, ശരിയാകില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് ഇസ്ലാമിൻ്റെ സത്യപാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. നല്ലോണം പേടിക്കണം നമ്മൾ. ഇത് നമ്മൾ നല്ലോണം സൂക്ഷിക്കണം. ഈ വിശ്വാസം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശരിയായ വഴിയിലൂടെ നടക്കാൻ പറ്റൂല. കാരണം അല്ലാഹു പറഞ്ഞു, വഇന്നക ലതദഊഹും ഇലാ സിറാത്തിൻ മുസ്തഖീം വഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി അനിസ്സിറാത്തി ലനാകിബൂൻ. തീർച്ചയായും നീ അവരെ നേരായ പാതയിലേക്കാകുന്നു ക്ഷണിക്കുന്നത്. പരലോകത്തിൽ വിശ്വസിക്കാത്തവർ ആ പാതയിൽ നിന്ന് തെറ്റിപ്പോകുന്നവരാകുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ പരലോക വിശ്വാസം ഉണ്ടെങ്കിലേ സിറാത്തുൽ മുസ്തഖീമിലൂടെ നടക്കാൻ പറ്റുള്ളൂ. നമ്മൾ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിപ്പോകുന്നുണ്ടോ അറിയാനുള്ള വഴി എന്താ? നമ്മുടെ ഈമാൻ പരിശോധിച്ചാൽ മതി, നമ്മുടെ പരലോക വിശ്വാസം നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ പരലോക വിശ്വാസം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ പരലോക വിശ്വാസം അനിവാര്യമാണ്. പരലോക വിശ്വാസം നിർബന്ധമാണ്. ഇപ്പോൾ ത്വലാഖുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട് ഖുർആനിൽ. ത്വലാഖിൻ്റെ വിധിവിലക്കുകൾ പറയുന്നത് എന്നിടത്ത് അള്ളാഹു പറയുന്നത്, ദാലികും യുഅദു ബിഹി മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. സൂറത്ത് വിശുദ്ധ ഖുർആനിലെ 65-ാം അധ്യായത്തിൽ 2-ാമത്തെ ആയത്താണ്. എന്താ അള്ളാഹു പറയുന്നത്? അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഉപദേശം നൽകപ്പെടുന്നത് അത്രേ. അത് ആർക്കാ ഉപദേശം? ഇപ്പോൾ ത്വലാഖ് എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അപ്പോൾ അള്ളാഹു അതിൻ്റെ വിധികളൊക്കെ പറയുമ്പോൾ പറയാണ്, ഈ ഉപദേശങ്ങളൊക്കെ ആർക്കാണ്? അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നവർക്കാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളുകൾക്ക്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, പരലോക വിശ്വാസമുള്ള ആളുകൾക്ക്, അവർക്ക് എന്ത് ചെയ്യും? ഈ പരലോക വിശ്വാസം എന്ത് ചെയ്യും? ജീവിതത്തെ നന്നാക്കാൻ, ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് ഖുർആൻ നമ്മളെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നത്. മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഫഇന്നൽ ഈമാന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യൂജിബു ലിസാഹിബിഹി അൻ യത്തഇല ബിമവാഇലില്ലാഹ് വഅൻ യുഖദ്ദിമ ലിആഖിറതിഹി മിനൽ അഅമാലി സ്വാലിഹ. എന്താ അദ്ദേഹം പറയുന്നത്? തീർച്ചയായും അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസം അള്ളാഹുവിൻ്റെ ഉപദേശങ്ങളെ സ്വീകരിക്കാൻ വിശ്വാസിയെ നിർബന്ധിതനാക്കും. നോക്കൂ നിങ്ങൾ, അള്ളാഹിൻ്റെ കൽപ്പനകൾ പാലിക്കാനേ പരലോക വിശ്വാസം നമുക്ക് കരുത്തു പകരും. അല്ലേ? നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി, നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പേടി ഉണ്ടാവില്ലേ? അള്ളാഹുവിന് മുമ്പിൽ കണക്ക് പറയേണ്ടി വരും, അള്ളാഹു അറിയും. അല്ലേ? നാളെ റബ്ബിൻ്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടവരാണ്. അതാണ് പരലോക വിശ്വാസം എന്ന് പറഞ്ഞാൽ. ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ എന്ത് ചെയ്യും? നമുക്ക് സാധിക്കും. പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും എതിരായ വാക്കിലും പ്രവൃത്തിയിലും ധൈര്യം കാണിക്കും. സ്വയം പരിശോധിച്ചാൽ മതി. ഇതൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ട പോലും ആവശ്യമില്ല. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ, ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ലയുസമ്മൂനൽ മലായികത തസ്മിയതൽ ഉൻസ. എന്താ ഈ പറയുന്നത്? തീർച്ചയായും പരലോകത്തിൽ വിശ്വസിക്കാത്തവർ അഥവാ പരലോക വിശ്വാസമില്ലാത്ത ആളുകൾ മലക്കുകൾക്ക് പേരിടുന്നത് സ്ത്രീനാമങ്ങളാകുന്നു. അവർക്കതിനെപ്പറ്റി യാതൊരു അറിവില്ല. മലക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ്. ആ ധിക്കാരം, അത്തരത്തിലുള്ള വാക്കുകൾ, ഖുർആനിനും സുന്നത്തിനും എതിരായ വാക്കുകൾ അവരെന്തുകൊണ്ടാണ് പറഞ്ഞത്? ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പരലോകത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് സ്വയം പരിശോധിക്കുക. നമ്മൾ പരലോക വിശ്വാസമുള്ളവരാണെങ്കിൽ അള്ളാഹു കൽപ്പിച്ച വാക്കുകളെ പറയുള്ളൂ, നല്ലതേ നമ്മൾ പറയുള്ളൂ, അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മൾ അനുസരിക്കും. അപ്പോൾ ആ വിശ്വാസം എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. മുഅ്മിനുകളായ ആളുകളുടെ യഥാർത്ഥ ലക്ഷണം എന്താ അറിയോ? അവർ പരലോകത്തിൽ ദൃഢവിശ്വാസമുള്ള ആൾക്കാരായിരിക്കും. അല്ലേ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, അല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത വഹും ബിൽആഖിറതി ഹും യൂഖിനൂൻ. ദൃഢവിശ്വാസമുള്ള ആളുകൾ. സൂറത്തുൽ ബഖറയിലും അല്ലാഹു പറഞ്ഞു. അല്ലാഹു പഠിപ്പിക്കുന്ന എന്താ? വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബലിക വബിൽആഖിറതി ഹും യൂഖിനൂൻ. പരലോകത്തിൽ അവർ ദൃഢവിശ്വാസമുള്ള ആളുകളാണ് എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പരലോകത്തിൽ ദൃഢവിശ്വാസമുള്ള ആൾക്കാരാകണം.
പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്ക് അള്ളാഹു എന്ത് ചെയ്യും? വേദനയേറിയ ശിക്ഷയാണ് നൽകുക. وأن الذين لا يؤمنون بالآخرة أعتدنا لهم عذابا أليما. അള്ളാഹു അത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. പരലോകത്തിൽ വിശ്വസിക്കാത്തവരാരോ അവർക്ക് നാം വേദനയേറിയ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പരലോക വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനുമായി ഏറ്റവും ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരലോകമുണ്ട്, ഒരു സംശയമല്ല. പരലോകം അത് ബുദ്ധിയുടെ തേട്ടാണ്. പരലോകം ഉണ്ടെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പരലോകമില്ല എങ്കിൽ എന്താ അതിൻ്റെ അവസ്ഥ? എന്താ? ഇപ്പോൾ ഒരു പാതിരാത്രിയിൽ നമ്മുടെ വീടിൻ്റെ സമീപത്ത് നമ്മുടെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഒരു ഉറക്കെയുള്ള നിലവിളി കേൾക്കുക. നമ്മൾ തട്ടഹസിച്ച് കരയാണ് ആ വീട്ടിലുള്ള ആൾക്കാരൊക്കെ. നമ്മൾ ഓടിച്ചെന്ന് നോക്കി, നമ്മൾ ആ കരച്ചിൽ കേട്ട് നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് ഓടിച്ചെന്ന് നോക്കുമ്പോൾ ആ വീട്ടിലെ ഗ്രഹനാഥൻ അദ്ദേഹം വല്ലാത്ത വേദന കൊണ്ട് കിടന്ന് പിടയുകയാണ്. അയാൾ വലിയ പ്രയാസത്തിലാണ്. നമ്മളെന്താ ചെയ്യുക? നമ്മൾ ഉടനെ ഓടി വന്ന് വസ്ത്രം ധരിച്ച് വാഹനമെടുത്ത് ആ മനുഷ്യനെയും കൂട്ടി, ആ മനുഷ്യനെയും അതേപോലെ തന്നെ പറ്റുന്ന ആൾക്കാരെയൊക്കെ കൂട്ടി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകും അല്ലേ? നമ്മളെത്തിക്കില്ലേ സഹോദരങ്ങൾ? ഒരു വാഹനമില്ലാത്ത വീട്ടിലാണ് എങ്കിൽ നമ്മുടെ വാഹനമെടുത്ത് നമ്മളവരെത്തിക്കില്ലേ? അവരെത്തിക്കും. അങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കും, അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ആരംഭിക്കും. നമ്മളവിടെ നിന്ന് മടങ്ങിപ്പോരുമ്പോൾ ആരെങ്കിലും നമുക്ക് പൈസ തരുമോ? ആ കുടുംബത്തിൽപ്പെട്ട തന്നാൽ തന്നെ നമ്മൾ വാങ്ങും അല്ലേ? നമ്മൾ എന്തിനാ നമ്മൾ ചെയ്യുന്നത്? നമുക്കൊരു വിശ്വാസമുണ്ട്, പരലോകമുണ്ട്. പരലോകത്ത് പ്രതിഫലം കിട്ടണമെന്ന വിശ്വാസമാണ്. വഴിയിൽ നിന്ന് ഒരു കല്ല് മാറ്റിയിടുന്നത് എന്തിനാ പ്രിയപ്പെട്ടവരെ? പരലോകം ഉണ്ടായതുകൊണ്ടാണ്. പരലോകത്ത് അല്ലാഹുവിൻ്റെ അജ്ർ നമുക്ക് ലഭിക്കുമെന്ന ചിന്തയാണ്. ആളുകളെ സഹായിക്കുക എന്നുള്ളത് പുണ്യമാണ് എന്ന അറിവാണത്. അതുകൊണ്ട് തന്നെ ബുദ്ധിയുടെ തേട്ടാണ്. ഇപ്പോൾ ഒരാളെ 10 പേരെ കൊന്നൊരു മനുഷ്യൻ, അയാൾ ഈ ലോകത്ത് നീതിയോടുകൂടെ അയാൾക്ക് ശിക്ഷ കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അയാൾക്കുള്ള ശിക്ഷ ഒരു വട്ടം ചെയ്യാൻ പറ്റും, കൊല്ലാൻ പറ്റും എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം കൊല്ലാൻ പറ്റും. ഇപ്പോൾ സൗദി അറേബ്യയിലെ ജയിലിൽ പലപ്പോഴും സന്ദർശിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അവിടെ ജയിലുള്ള ആളുകളോട് സംസാരിക്കാനൊക്കെ. അവിടെ പല രീതിയിലുള്ള മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട്. കൊലപാതകം നടത്തിയ ആൾക്കാരുണ്ട്. നാട്ടിൽ നിന്ന് കൊലപാതകങ്ങൾ നടത്തി രക്ഷപ്പെട്ട് അവിടെ വന്ന് അവിടെയും കൊല നടത്തിയ ആൾക്കാരുണ്ട്. ഒന്നിലധികം ആൾക്കാരെയൊക്കെ കൊന്ന ആൾക്കാർ. അവരെത്ര തവണ നമുക്ക് കൊല്ലാൻ പറ്റും ഈ ലോകത്ത്? ഒരു തവണ അല്ലേ? ഒരു പ്രാവശ്യം. അത് നീതിയാണോ? 100 പേരെ കൊന്ന ഒരാളെ ഒരു തവണ കൊന്നാൽ അതെങ്ങനെ നീതിയാവുന്നത്? അഥവാ ഈ ലോകത്ത് യഥാർത്ഥത്തിലുള്ള നീതി നടപ്പിലാക്കാൻ സാധ്യമല്ല. ഒരാളുടെ ഉദ്ദേശത്തിനനുസരിച്ച് കൂലി കൊടുക്കാൻ സാധ്യമല്ല. അതിനാണ് പരലോകം എന്ന് പറയുക. അതാണ് ബുദ്ധിയുടെ തേട്ടമാണ് പരലോകം. പരലോകമില്ലെങ്കിൽ പിന്നെന്താ നമ്മുടെ ജീവിതത്തിന് അർത്ഥം എന്താണ്? അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ബുദ്ധിയുടെ തേട്ടമാണ് പരലോകം. എപ്പോഴാണ് പരലോകം സംഭവിക്കുക? അതറിയില്ല, അത് നമുക്കറിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ ചോദിക്കുന്നുണ്ട്, മത്തസ്സാഅ, എപ്പോഴാണ് ലോകാവസാനം? നബി പറയുന്നുണ്ട്, ചോദിക്കുന്ന ആളുടെ അപ്പുറമുള്ള വിവരമൊന്നും ചോദിക്കപ്പെട്ടവൻ, അഥവാ എന്നോടാണ് നിങ്ങൾ ചോദിച്ചത്, നിങ്ങളത്ര വിവരം ആ വിഷയത്തിൽ എനിക്കില്ല. യസ്അലൂനക അനിസ്സാഅ, നബിയെ അവർ നിന്നോട് ചോദിക്കേണ്ട എപ്പോഴാണ് പരലോകം എപ്പോഴാണ് സംഭവിക്കുക, സാഅത്ത് എപ്പോഴാണ് വരിക? അതിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹ്ക്ക് മാത്രമുള്ളത്. ലോകാവസാനത്തെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന് മാത്രം. അതെങ്ങനെയാണ് സംഭവിക്കുക? സൂറെന്ന് പറയുന്ന കാഹളത്തിൽ എന്ത് ചെയ്യും? മലക്കൂതും അല്ലേ? ആ മലക്കിങ്ങനെ ചുണ്ടിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് ആ കാഹളം. കാത് കൂർപ്പിച്ച് നിൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഇതിന് വന്നാൽ, അള്ളാഹുവിൻ്റെ കൽപ്പന വന്നാൽ തൊട്ടടുത്ത നിമിഷം എന്ത് ചെയ്യും? ആ ഊത്ത് നടക്കും. അതോടുകൂടെ ലോകം നശിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, എല്ലാം തകർന്ന് തരിപ്പണമാകും. വഅന്നസ്സാഅ, ഖിയാമത്ത് നാൾ വരിക തന്നെ ചെയ്യും. ഉറപ്പാണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നോക്കൂ നിങ്ങൾ, പരലോകം ഉണ്ട്. പരലോകമെന്ന് പറയുന്നത് ബുദ്ധിയുടെ തേട്ടമാണ്. എപ്പോഴാണ് പരലോകം സംഭവിക്കുക നമുക്കറിയില്ല. അത് അള്ളാഹുവിൻ്റെ അടുക്കലാണ് ആ അറിവ്. അതിന് അലാമാത്തുകളുണ്ട്, അതിന് അടയാളങ്ങളുണ്ട്, അതിന് ചെറിയ അടയാളങ്ങളുണ്ട്, വലിയ അടയാളങ്ങളുണ്ട്. ചെറിയ അടയാളങ്ങൾ പലതും സംഭവിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് വരിക എന്നുള്ളത് ലോകാവസാനത്തിൻ്റെ ഒരു ചെറിയ അടയാളമാണ്. അത് സംഭവിച്ചു കഴിഞ്ഞു. പണ്ഡിതന്മാർ അശ്റാത്തു സ്സാഅ എണ്ണുമ്പോൾ സംഭവിച്ചു കഴിഞ്ഞ അടയാളങ്ങൾ, ലോകാവസാനത്തിൻ്റെ മുമ്പ് സംഭവിച്ചു കഴിഞ്ഞ അടയാളങ്ങൾ അവരൊക്കെ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ധാരാളം കാര്യങ്ങൾ സംഭവിച്ചു. ഇനി വലിയ അടയാളങ്ങളുണ്ട്. ലോകം അവസാനിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് വരുന്ന 10 അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് ലോകം അവസാനിക്കുക അറിയില്ല. പക്ഷേ അത് അവസാനമുണ്ട്. അതിന് ചില അടയാളങ്ങളുണ്ട്, അതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയോ അങ്ങനെ ലോകം അവസാനിച്ചാൽ, ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ പിന്നെന്താ? പിന്നെ പരലോകമാണ്, മറ്റൊരു ലോകമാണ് അല്ലേ? മനുഷ്യൻ്റെ മരണം, ലോകാവസാനം, പിന്നെ പരലോകമാണ്. ആ പരലോകത്ത് അവിടെ ഹിസാബുണ്ട്, അവിടെ വിചാരണ ഉണ്ട്. അള്ളാഹു നാം ചെയ്ത നന്മകളും തിന്മകളും കണക്കാക്കും, തൂക്കി നോക്കും. നമ്മളെ തന്നെ തൂക്കും അള്ളാഹു, മനുഷ്യന്മാരെ തൂക്കും.
അതൊക്കെ വലിയ വിഷയങ്ങളാണ്. ഹിസാബുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിൽ ഒരു അണുമണി തൂക്കം നന്മ ചെയ്തവനോട് അല്ലാഹു ആ നന്മയുടെ പ്രതിഫലം അവന് കൊടുക്കും. തിന്മ ചെയ്തവൻ അതിൻ്റെ ശിക്ഷ കൊടുക്കും. അല്ലാഹുവിടെ മാപ്പ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. അങ്ങനെയുള്ള ഒരു ലോകം നമുക്ക് വരാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഈ വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകണം. പ്രതീക്ഷയോടുകൂടെ ജീവിക്കണം, നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കണം. ആ ഹിസാബിനൊടുവിൽ, വിചാരണക്കൊടുവിൽ വേദഗ്രന്ഥങ്ങൾ നൽകപ്പെടും. നന്മയുടെയും തിന്മയുടെയും ഗ്രന്ഥക്കം നൽകിയത് തൂക്കി നോക്കി ആ വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആൾക്കാരുണ്ട്, ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകളുണ്ട്. ഹിസാബിനൊടുവിൽ അള്ളാഹു സ്വർഗത്തിലേക്ക് ചില ആളുകളെ വഴി നടത്തും, മറ്റു ചില ആളുകളെ നരകത്തിലേക്ക് അള്ളാഹു തള്ളിയിടും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഈ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് തന്നെ അനശ്വരമായ സ്വർഗമുണ്ട്, ശാശ്വതമായ നരകം ലഭിക്കുന്ന ആളുകളുണ്ട്. ഏതാ വേണ്ടത് നമ്മൾ തീരുമാനിക്കുക. നമ്മൾ സ്വർഗമാണ് ആഗ്രഹിക്കേണ്ടത്. സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കുക, അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക, ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോക വിശ്വാസം ഉൾക്കൊണ്ട് പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്ന, അധ്വാനിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ്. ഈ ഹദീത്ത് ജിബ്രീൽ എന്ന ഈ ഹദീത്തിലെ അവസാനത്തെ ഒരു ഭാഗം ഇൻഷാ അള്ളാഹ് അടുത്തൊരു ക്ലാസ്സോടുകൂടെ നമുക്ക് പൂർത്തീകരിക്കാം. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ്. ഖൈറിലും ഷർറിലുമുള്ള ഖദറിലുള്ള വിശ്വാസമാണ് ഇനി നമുക്ക് ഈ ഹദീത്തിൽ പറയാൻ ബാക്കിയുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അതിനുശേഷം മൂന്നാമത്തെ ഹദീത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇനി അങ്ങോട്ട് പല ഹദീത്തുകളും ചെറിയ ഹദീത്തുകളാണ്, ഒരു ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു തീർക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്